സൗദി അറേബ്യയുമായി വമ്പൻ ആയുധ ഇടപാടിന് ഒരുങ്ങി തുർക്കി. ഏകദേശം $6 ബില്യൺ പ്രതിരോധ കരാറിലെത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുർക്കിയിൽ നിന്നും വലിയ തോതിൽ ആയുധ കപ്പലുകളും ടാങ്കുകളും മിസൈലുകളും സൗദി അറേബ്യ വാങ്ങുമെന്ന പ്രതീക്ഷയാണ് തുർക്കി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മാർച്ചിൽ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ സൗദി അറേബ്യ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഈ സമയത്ത് തുർക്കിയുടെ ജെറ്റ് നിർമ്മാണ പദ്ധതിയിൽ സൗദി പങ്കുചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായ രംഗം വളർത്താൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുർക്കി തീവ്ര ശ്രമം നടത്തിവരികയാണ്. ഈ ശ്രമങ്ങളുടെ ഭാഗമായാണ് സൗദി അറേബ്യയുമായുള്ള നിർദ്ദിഷ്ട കരാറുകളും. കരാർ പ്രാബല്യത്തിലെത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയ്ക്ക് വലിയ തോതിൽ ആയുധങ്ങളും യുദ്ധസാമഗ്രികളും വിൽക്കാൻ സാധിക്കും. ആൾട്ടെ എന്ന് വിളിക്കപ്പെടുന്ന തുർക്കിയുടെ പ്രധാന യുദ്ധ ടാങ്ക് കൈമാറുന്നത് വരെ കരാറിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് രാഷ്ട്രത്തിന് ഏറ്റവും അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനവും കൈമാറാനുള്ള സാധ്യത ഏറും. കൂടാതെ കാൻ എന്ന തുർക്കിയുടെ ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിനും സൗദി അറേബ്യ പങ്കാളിയാകുകയും ചെയ്തേക്കാം. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ വിമാനം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നുവെങ്കിലും പദ്ധതി ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായി വിമാനങ്ങൾ നിർമ്മിക്കാനാകുമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കാനാകുമെന്നാണ് തുർക്കി സൈന്യം വിലയിരുത്തുന്നത്. ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിൽ സൗദി അറേബ്യ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളും പങ്കാളികൾ ആയേക്കുമെന്നും സൂചനകൾ ഉണ്ട്. എന്നാൽ ഏത് രൂപത്തിലായിരിക്കും ഇവർ പങ്കാളികളാകുക എന്നത് ചോദ്യത്തിന് മുമ്പിൽ തുർക്കി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരമില്ല എന്ന് പറയപ്പെടുന്നു. അതേസമയം കരാർ സംബന്ധിച്ച ചോദ്യങ്ങളോട് സൗദി അറേബ്യൻ സർക്കാരോ തുർക്കിയിലെ പ്രതിരോധ മന്ത്രാലയമോ ഇതുവരെ തന്നെ ഉത്തരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു.